ഇന്ന് ഓഫീസ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ടീം ഔട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓട്ടോ റൈഡാണ് എടുത്തത്. ഓൾറെഡി നല്ല ലേറ്റായി. അപ്പോഴാണ് ഒരു കോർപ്പറേറ്റ് സൈക്ലിസ്റ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങേരെന്തായാലും ഞാൻ എത്തുന്നതിന് മുമ്പ് ഓഫീസിലെത്തുമെന്നൊക്കെ ആലോചിച്ച് പാട്ടും കേട്ട് കാഴ്ചകളൊക്കെ കണ്ട് ചില്ലായി അങ്ങനെ ഇരുന്നു. ഓട്ടോയിൽ വന്ന് ഇറങ്ങിയോണ്ട് ക്യാമ്പസിൻ്റെ ബാക്ക് ഗേറ്റിലൂടെ കയറാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ ഡെസ്കിലേക്ക് എത്താൻ 10 മിനിറ്റ് ലാഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒട്ടും സമയം കളയാതെ തന്നെ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം പണിയുണ്ട്, മീറ്റിംഗ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ചില്ലായിട്ട് അങ്ങനെ അങ്ങ് പോയി. ശേഷം ലഞ്ച് ടൈം നേരെ ക്യാൻറ്റീനിലേക്ക്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവസാനം ബിരിയാണി ആയിട്ട് തന്നെ സെറ്റിലായി. വൈകുന്നേരമായപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പണിയൊക്കെ വൈൻഡപ്പ് ചെയ്ത് നേരത്തെ പ്ലാൻ ചെയ്ത പോലെ പുറത്തേക്ക്. ഇത് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. ബാംഗ്ലൂരിലെ ഒരു പഴയ റെസ്റ്റോ ബാറാണ്. പാർട്ടി കഴിഞ്ഞ് തിരിച്ചുള്ള ഓട്ടോ റൈഡ് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ എഴുതി വെച്ചിരിക്കുന്നത് വടിവേലുവിൻ്റെ ഒരു തഗ് ഡയലോഗാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. നൈറ്റ് ട്രാഫിക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ നേരെ അശ്വതിയുടെ വീട്ടിലേക്ക്. നമ്മൾ രണ്ടുപേരും വീട്ടിലില്ലെങ്കിൽ ഈനു ഇവിടെ അമ്മമ്മയുടെ കൂടെയാണ് നിൽക്കാറ്. ഇവിടെയാണെങ്കിൽ പിന്നെ വേറെ ആരെയും മൈൻഡ് ഉണ്ടാവില്ല, ഒടുക്കത്തെ ജാട കാണിക്കും. അതുകൊണ്ട് വലിയ മൈൻഡൊന്നുമില്ല. അശ്വതി ഓൾറെഡി തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് ഈനുവിൻ്റെ അനുവളയമയും തിരിച്ചെത്തി. ഈനുവിൻ്റെ ഹിന്ദി സ്കിൽസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ടാസ്ക് ഇനി കന്നഡയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും തിരിച്ച് വീട്ടിലെത്തി. കണ്ണിൽ എണ്ണയൊഴിച്ച് ഡോറിൻ്റെ സൈഡിൽ എൽസ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈനു അമ്മമ്മയുടെ കൂടെ ആയിരുന്നതുകൊണ്ട് കുളിയും ഡിന്നറും ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. ഇനി ഈനുവിൻ്റെ താച്ചി ടൈമാണ്. അതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. വേണം ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു.